ചാത്തന്റെ കയ്യിൽ നിന്ന് സഹായം ലഭിക്കാനായി ചാത്തൻ അവന്റെ കുട്ടിയെ ബലി നൽകണമെന്ന് പറയാണ്. ഇവിടെ ഈ മനുഷ്യൻ തന്റെ കുടുംബത്തിന് ഒരു നേരത്തെ ഫുഡ് കൊടുക്കാനില്ലാതെ ദൈവത്തോട് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വന്ന ഒരു സ്വാമി ദൈവങ്ങളോടൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നും ഞാനൊരു ചാത്തനെ പറഞ്ഞു തരാം, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാ നീ ചോദിക്കുന്നത് എന്തും കിട്ടുമെന്നും പറയാണ്. ആ ഒരു സ്വാമി പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ബിംബം തേടി അയാൾ പോകുന്നുണ്ട്. അവസാനം ഒരു കാട്ടിനുള്ളിൽ നിന്ന് അയാൾക്ക് ആ ഒരു ബിംബം കണ്ടെത്താനാവാം. അതൊരു ചാത്തനാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എക്സാക്ട് ആ ചാത്തന്റെ പേരെന്താന്ന് പോലും അവനക്ക് അറിയില്ലായിരുന്നു. തന്റെ കുടുംബത്തിന് കൊടുക്കാനായി ഒരു നാഴി അരിയെങ്കിലും തരാൻ അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച് അവൻ തിരിഞ്ഞതും അവന്റെ പിന്നിലായി ഒരു നാഴി അരി ഇരിക്കുന്നത് കാണാണ്. അവൻ സന്തോഷത്തോടുകൂടി ആ ഒരു അരി കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് കുറച്ച് വെൽ ഡ്രസ്ഡ് ആയിട്ട് കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും അയാൾ ആ ഒരു ചാത്തിന്റെ അടുത്തേക്ക് വന്ന ആ ഒരു സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ ഒരു ചാക്ക് നെല്ലാണ് പ്രാർത്ഥിച്ചത്, അതും അവനക്ക് കിട്ടാണ്. പിന്നെ 1 2 2 3 അങ്ങനെ അവനക്ക് ഒരുപാട് ചാക്കരികൾ കിട്ടുന്നുണ്ട്. അവസാനം അവൻ അവന്റെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഈ ചാത്തന്റെ അടുത്തേക്ക് വരാണ്. എല്ലാ പ്രാവശ്യവും അരിയല്ല ചോദിക്കാറ്, ഈ പ്രാവശ്യം നീ സ്വർണം ചോദിക്കാനായി അച്ഛൻ മകനോട് പറയാണ്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അവൻ ഒരു സ്വർണ്ണ നാണയം ചോദിക്കുന്നുണ്ട്. അവനക്ക് ഒരു സ്വർണ്ണ നാണയം കിട്ടുന്നുമുണ്ട്. ഒരെണ്ണം ചോദിച്ചിട്ട് കാര്യമില്ല എന്നും കുറെ ചോദിക്കാനായി അച്ഛൻ പറഞ്ഞത് കൊണ്ട് തന്നെ മകൻ വീണ്ടും കുറെ ചോദിക്കുന്നുണ്ട്. സ്വർണം വരുന്നുണ്ടെങ്കിലും അത് അപ്പൊ തന്നെ അവിടെ നിന്ന് അപ്രതീക്ഷമായി പോകാണ്. ചാത്തൻ സംസാരിക്കാനായിട്ട് തുടങ്ങാണ്. കുറെ നാളായി അയാൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ആ ചാത്തൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്റെ പാരമ്പര്യത്തിലുള്ള ഒരു ശിശുവിന് അമ്മയുടെ വയറ്റിലുള്ള കുട്ടിയെ ബലി നൽകണമെന്ന് ചാത്തൻ അയാളോട് പറയാണ്. അയാളും ആ ഒരു സ്വാമിയുടെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്വാമി അപ്പൊ അവന് ചീത്ത പറയാണ്. ഒരു പ്രാവശ്യം നിന്റെ ആവശ്യങ്ങൾ നിറവേറാൻ മാത്രമേ നീ അവിടെ പോകാൻ പാടുള്ളായിരുന്നു. ഇനി നീ ആ ഒരു വഴിക്ക് പോകരുത്, നിന്റെ തലമുറ നാശത്തിലേക്കായിരിക്കും പിന്നീട് പോകാൻ ആ ഒരു സ്വാമി പറയുന്നുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഈ മൂവിയുടെ ഫുൾ എക്സ്പ്ലനേഷൻ കാണാൻ താഴെ കാണുന്ന പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.